ഞാനിങ്ങനെ നമ്മുടെ സ്മോക്കിങ്ങിൻ്റെ ഹാംഫുൾ ഇഫക്ട്സ് നോക്കിയ സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഫസ്റ്റ് ഒരു സിഗരറ്റ് പാക്കിൽ ആദ്യം കണ്ടിരുന്ന സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ നോക്കി ഗൂഗിളിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടൊബാക്കോ കോസ് പെയിൻഫുൾ ഡെത്ത് എന്ന് കാണിക്കുന്നുണ്ട്. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും വേൾഡ് ബേസ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോക്കേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഡിസീസോ അതല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ എന്തില്ല സ്മോക്കിംഗ് കൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു പറഞ്ഞ പോലെ ഇറ്റ് ക്രിയേറ്റ്സ് എ പെയിൻഫുൾ ഡെത്ത് എന്നുള്ളത് വളരെ പല അർത്ഥത്തിലും അത് വളരെ അധികം യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ നിക്കോട്ടിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടൊബാക്കോ ആയിക്കോട്ടെ, ഇത് നമ്മുടെ ലൈഫിനെ പല പല ഏരിയകളിലും എഫക്റ്റ് ചെയ്യും. ഒന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ളത്. ക്വാളിറ്റി ഓഫ് ലൈഫ് കണക്ട് ചെയ്യുന്നത് എപ്പോഴും ഹെൽത്താണ് അല്ലേ. നമുക്ക് എത്ര ഒരു ഫിനാൻഷ്യലി നമ്മൾ സക്സസ്ഫുൾ ആണെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് ഒരു പ്രയാസം എല്ലാ ആളുകൾക്കും ഉണ്ടാവും. കാരണം ഇത് നമ്മുടെ ബോഡിയിലെ ഒരു വിധം എല്ലാ ഓർഗൻസിനും എഫക്റ്റ് ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യും. നമുക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ്, സ്ട്രെസ് ലെവലിനെ എഫക്റ്റ് ചെയ്യും. അതായത് നിക്കോട്ടിന് നമ്മുടെ ബോഡിയിൽ എത്താതെ നമുക്കൊരു ഒരു തീരുമാനം എടുക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഗ്രാജ്വലി എന്ത് ചെയ്യും ഇതിനെ മാറ്റും. അതായത് ഒരു സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ വേഗം പോയി സിഗരറ്റ് വലിക്കുക. ഇതാണ് സാധാരണയായിട്ട് നമ്മൾ ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിനോടനുബന്ധിച്ച് തന്നെ അടുത്ത ഒരു പ്രോബ്ലം ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കും. നമ്മളെ രക്തക്കൊഴലുകൾ ചെറുതാവുന്ന രീതിയിലുള്ള പല പല അസുഖങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഓർഗാനിലേക്കുള്ള ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഓക്സിജൻ കിട്ടൂല, അങ്ങനെ ഓർഗാൻ ഡാമേജ് വരും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കാറുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ ബ്രീത്തിങ്ങിലെ ലങ്സ് സ്പോഞ്ച് പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ലങ്സിൻ്റെ ബ്രീത്തിങ് കപ്പാസിറ്റി കുറയും. അതായത് ലങ്സ് കുറച്ച് ഹാർഡാവും. കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെന്ന് കഴിഞ്ഞാലും ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ ലങ്സിൻ്റെ കപ്പാസിറ്റി കുറയും. അപ്പോൾ നമുക്കൊരു എക്സസൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിക്കവറി ആവാൻ ഒരുപാട് സമയം എടുക്കും. ഒരു സ്റ്റെയർ കേസ് നമുക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് എന്തുണ്ടാവും ഇതുകൊണ്ടുണ്ടാവും. ഇതിലൊക്കെ ഏറ്റവും പ്രധാനം അതല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഇത് അൾട്ടിമേറ്റ്ലി നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിന് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹോസ്പിറ്റലൈസ്ഡ് സിറ്റുവേഷൻ. അതായത് പല ഡ്രഗുകളും അതല്ലെങ്കിൽ നമ്മളെ ഇമ്മ്യൂണിറ്റിനെ പ്രതിരോധ ശേഷിനെ എഫക്റ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ടൈം എന്തെങ്കിലും കൂടും. ഇപ്പോൾ 2-3 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണ പകരം 10-15 ദിവസം നമ്മൾ കിടക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കോവിഡ് സമയത്താണെങ്കിൽ ഒരുപാട് ആളുകളുടെ മരണം കാരണമാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സ്മോക്കിംഗ് ഹിസ്റ്ററി എന്നുള്ളത്. കാരണം ഒരു ഓക്സിജൻ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയും അതുപോലെ പല ഡ്രഗുകളും വർക്ക് ചെയ്യാതിരിക്കാനൊക്കെ ഉള്ളൊരു കാരണമായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളിൽ പല ആളുകളും സ്മോക്കിംഗ് ഉണ്ടാവും. നിങ്ങളുടെ പാർട്ട്നേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, നിങ്ങളുടെ കുട്ടികളുണ്ടാവും, പല ആളുകളും ഉണ്ടാവും. സോ അവരോട് ഇതിൻ്റെ ഒരു ഹാംഫുൾ കാര്യങ്ങൾ നമ്മൾ വെറുതെ സ്മോക്ക് ചെയ്യല്ലേ അല്ലെങ്കിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓൾറെഡി അതിൻ്റെ പാക്കിൽ എന്തുണ്ട് വളരെ ക്ലിയർ ആയിട്ട് ഈ സംഗതികൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതുപോലത്തെ ഒരു ഇൻഫർമേഷൻസ് എങ്ങനെയാണ് അത് അവരുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ചില കൗൺസിലിങ്ങുകൾ കൊടുക്കാം. കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മോശപ്പെട്ട കാര്യമല്ല. നമ്മൾ സാധാരണ കൗൺസിലിങ്ങിന് പോകാമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തോ ഒരു സൈക്കോളജിക്കൽ അസുഖങ്ങളാണെന്നുള്ള കോൺസെപ്റ്റിലേക്ക് ആൾക്കാർ അതിനെ മാറ്റാറുണ്ട്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. ഈ ഒരു കാലത്ത് തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ്, ഒരു പ്രോഗ്രാം, ഒരു ഫാമിലി മീറ്റൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രോപ്പർ കൗൺസിലിംഗ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പല കാര്യങ്ങൾ നമുക്കതിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രാജ്വലി മെല്ലെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റുള്ളൂ. അതനുസരിച്ചുള്ള നിക്കോട്ടിൻ വിഡ്രോവൽ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതുപോലെ അങ്ങനെ ലൈഫിൻ്റെ ക്വാളിറ്റി ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിലേക്ക് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്.